ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ഹൈക്കോടതി. നാടകം കളിക്കരുതെന്ന് ബോബിയെ കോടതി താക്കീത് ചെയ്തു. വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും നൽകി. അതിനിടെ ജയിൽ മോചിതനായി ബോബി ചെമ്മണ്ണൂർ മടങ്ങിയതിന് പിന്നാലെ ജയിൽ പരിസരത്ത് പടക്കം പൊട്ടിക്കാൻ ശ്രമം പോലീസ് തടഞ്ഞു. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷബ്നയിലേക്കാണ്. ഷബ്ന, കോടതി അതിശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. ബോബിയെ റോസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാന കാര്യങ്ങൾ? ഗൗതം, കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അസാധാരണമായ നീക്കമാണ് ഇന്നുണ്ടായത്. ഇന്നലെ വൈകിട്ടോടെ ജാമ്യ ഉത്തരവ് ഒപ്പിട്ട് കോടതി നൽകിയിരുന്നു. അഭിഭാഷകർ ഇത് കൈപ്പറ്റുകയും ഇത് ജയിലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ജാമ്യ വ്യവസ്ഥകൾ ഈ കോടതി നിർദ്ദേശിച്ചിരുന്നത് നിസ്സാരമായ ജാമ്യ വ്യവസ്ഥകൾ, അതായത് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു വ്യവസായി, പ്രമുഖ വ്യവസായിക്ക് പാലിക്കാൻ പറ്റുന്ന നിസ്സാരമായ വ്യവസ്ഥകളായിരുന്നു. കാരണം പണം എന്നുള്ളത് 50,000 രൂപയുടെ ബോണ്ട് എന്ന് മാത്രമായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. 2 ആൾ ജാമ്യം, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസ്ഥകൾ എന്നത് ബോബി ചെമ്മണ്ണൂർ പാലിക്കേണ്ട ചില മര്യാദകളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളുമായിരുന്നു. ഈ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ജാമ്യം നൽകി. അതോടൊപ്പം തന്നെ ഈ ജാമ്യ ഉത്തരവിൽ കോടതി വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുസമൂഹത്തിന് താക്കീതാകുന്ന വിധിയാകണം എന്ന രീതിയിലുള്ള ഒരു നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു. ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരാമർശങ്ങളും കോടതി ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ഇത് ഒപ്പിട്ട് ഇന്നലെ തന്നെ അതിവേഗത്തിൽ തന്നെ അഭിഭാഷകരെ ഏൽപ്പിച്ചു. മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ഈ കേസിൽ ഹാജരായത്. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അടിയന്തരമായി തന്നെ കേസ് പരിഗണിച്ച് ഇതിൽ ഉത്തരവും ഇന്നലെ തന്നെ പറഞ്ഞു. എന്നാൽ ഇന്നലെ ഈ ഉത്തരവുമായി എത്തിയ അഭിഭാഷകർക്ക് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ കളിച്ചത് നാടകീയമായ സംഭവങ്ങളായിരുന്നു. കാരണം ജയിലിലെ തടവുകാർ, ഈ റിമാൻഡിൽ കഴിയുന്ന തടവുകാർ പലർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ജാമ്യം ലഭിച്ച ആളുകൾക്ക് പണം കെട്ടിവെക്കാൻ, ബോണ്ട് കെട്ടിവെക്കാനുള്ള പണമില്ലാത്തതിനാൽ ജയിലിൽ തുടരേണ്ട സാഹചര്യമുണ്ട്. ഇത്തരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ജയിലിൽ തന്നെ തുടരുകയാണ് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. എന്നാൽ ഇത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ മാധ്യമങ്ങൾ വലിയ തിരക്കുള്ള ദിവസമായതിനാൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരം ഒരു നാടകം കളിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ അഭിഭാഷകരോട് ഇന്ന് ഹാജരാകണം, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്താൻ നിർദ്ദേശം നൽകിയത്. ഇന്ന് കോടതി കൂടിയ ഉടൻ തന്നെ, അതായത് 10:15 ഹൈക്കോടതി സാധാരണ നിലയിൽ സിറ്റിംഗ് ആരംഭിക്കുന്നത്. ഈ 10:15 സിറ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അഭിഭാഷകർ തിരക്കിട്ട് ജയിലിലെത്തുകയും റിലീസിംഗ് ഓർഡറും മറ്റ് ജാമ്യ വ്യവസ്ഥകളും എല്ലാം പൂർത്തീകരിച്ച് ബോബി ചെമ്മണ്ണൂരിനെ അതിവേഗത്തിൽ ജയിലിൻ്റെ പുറത്തിറക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതി ഈ കേസ് എടുക്കുന്നത്. കേസ് എടുത്ത ഉടൻ തന്നെ കോടതി ചോദിച്ചത് എന്ത് നാടകമായിരുന്നു ഇന്നലെ ജയിലിലുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഓർഡർ നൽകിയിട്ടും പുറത്തിറങ്ങാതിരുന്നത്, ഇതിൻ്റെ കാരണം വ്യക്തമാക്കണം എന്നായിരുന്നു കോടതിയുടെ ആവശ്യം. ഇന്ന് 12 മണിക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രൂക്ഷമായ ഭാഷയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുകയും ചെയ്തു. കോടതിക്ക് മുകളിലല്ല ബോബി ചെമ്മണ്ണൂർ, നാടകം കളിക്കുകയായിരുന്നു, കഥ മെനയുകയായിരുന്നു, മാധ്യമ ശ്രദ്ധ കിട്ടാൻ കോടതിയെ ഉപയോഗിച്ചു. ഒരു മുതിർന്ന അഭിഭാഷകനാണ് ഹാജരായി ജാമ്യം മേടിച്ചത്. ഈ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് പെരുമാറിയത്. കോടതിയെ, നിയമവ്യവസ്ഥയെ മാനിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. നിയമത്തിനതീതനല്ല ബോബി ചെമ്മണ്ണൂർ. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നാടകം കളിക്കാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായത്? ഇത് സംബന്ധിച്ച് കൃത്യമായ ഉത്തരവ്, വിശദീകരണം ഞങ്ങൾക്ക് വേണം. കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അലംഭാവം കാണിക്കില്ല, ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനും കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് 12 മണിക്ക് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഇപ്പോൾ പുറത്തിറങ്ങി എന്ന അഭിഭാഷകൻ പറയുന്നുണ്ട്. ഈ പുറത്തിറങ്ങിയാൽ പോലും 5 മിനിറ്റ് മതി പോലീസിന് നിർദ്ദേശം നൽകാൻ, ഇയാളെ അറസ്റ്റ് ചെയ്യണം, വീണ്ടും ജയിലിലാക്കാൻ നിർദ്ദേശം നൽകാൻ സാധിക്കും. അത്തരത്തിൽ നിർദ്ദേശം നൽകണോ എന്ന കാര്യം ചോദിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 12 മണിക്ക് വിശദീകരണം തൃപ്തി അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ അഭിഭാഷകർ ഇത് സംബന്ധിച്ച് എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാടെന്നും ഈ അഭിഭാഷകർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നും 12 മണിക്ക് ഒരുപക്ഷെ കോടതിയെ അറിയിക്കാൻ തന്നെയാണ് സാധ്യത. ശരി ഷബ്ന, ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സഹിൻ, ഒരുപക്ഷെ ഈ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കോടതിക്ക് പുറത്ത് വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അത് പോലീസ് എതിർക്കുകയും ചെയ്തു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഒരു വിധത്തിലും ഈ നിയമം പാലിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് അനുകൂലികളുള്ളത്.
ഗൗതം, അതുതന്നെയാണ് ഓർത്താൽ നമ്മൾക്ക് പോലും ചിരി വരുന്ന ഒരു കാര്യം. കാരണം ബോബി ചെമ്മണ്ണൂർ ഇന്നലെ വലിയ സിനിമാ സ്റ്റൈലിലും നാടകീയമായ രീതിയിലുമെല്ലാം താൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ജയിലിൽ തന്നെ കഴിയുന്നു, ഈ ആളുകൾക്ക് നീതി കിട്ടുന്നത് വരെ താൻ ജയിലിൽ കഴിയാൻ തീരുമാനിക്കുന്നു എന്നെല്ലാം പറയുന്നു. പക്ഷേ ഇന്ന് രാവിലെ കോടതി ഇക്കാര്യം പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടി അതിവേഗത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുയായികൾ കോടതിയിൽ ജയിലിൽ റിലീസിംഗ് ഓർഡർ എത്തിച്ച് 5 മിനിറ്റുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുകയും താൻ അധികം വാക്കുകളൊന്നും പറയാതെ ചില ആളുകൾക്ക് വേണ്ടിയാണ് താൻ കിടന്നത്, അവർക്ക് നീതി താൻ നടപ്പിലാക്കിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ വേഗത്തിൽ ആ വാഹനവുമായി ഇവിടെ നിന്ന് കടന്നു കളയുവാണ് ഉണ്ടായത്. ഇതിന് ശേഷമാണ് പിന്നീട് നാടകീയ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഏതാനും ചില ആളുകൾ ഇവിടെ എത്തുന്നു. അവർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചിത്രമെല്ലാം പതിച്ചുകൊണ്ട് ഫ്ലക്സ് എല്ലാം അടിച്ച് അവർ ബോബി ചെമ്മണ്ണൂരിനെ മാലയിട്ടും പടക്കം പിടിച്ച് സ്വീകരിക്കുമെന്നെല്ലാം ഇന്നലെയും പറഞ്ഞിരുന്നു. ഇന്ന് ബോബി ചെമ്മണ്ണൂർ പോയ ശേഷം അവർ ജില്ലാ ജയിൽ വളപ്പിനകത്ത് പടക്കം പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. പോലീസ് പറയുന്നു ജയിൽ വളപ്പാണ്, ഇവിടെ പടക്കം പൊട്ടിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഉടൻ തന്നെ ജയിൽ വളപ്പിന് പുറത്തേക്ക് ഇറങ്ങി ആ പൊതുനിരത്തിൽ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതും പോലീസ് തടയുന്നു. അത് പൊട്ടിച്ചാൽ കേസെടുക്കുമെന്ന് പറയുന്നു. ഇതിനിടയിൽ മെൻസ് അസോസിയേഷനിലെ ഏതാനും ചില ആളുകളെല്ലാം നന്നായി തന്നെ ഈ അവസരം മുതലെടുത്തു എന്നുള്ളതാണ്. തങ്ങൾ അറസ്റ്റ് ചെയ്യൂ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഓരോ ആളുകളും ഇങ്ങനെ നടക്കുന്നു പോലീസുകാരുടെ പുറകെ. കാരണം അവർക്കറിയാം ആ സമയത്ത് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇവർ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഇവർ പടക്കം പൊട്ടിക്കുമെന്നറിഞ്ഞതോടുകൂടി പിന്നീട് പോലീസും അവരുടെ ഭാവം മാറ്റുകയാണ്. പോലീസ് ശക്തമായി തന്നെ ആ പടക്കം പിടിച്ചു വാങ്ങുന്നു. അപ്പോൾ ഇതിനിടയിൽ പറയുന്നു ഞങ്ങൾ ഒരു പടക്കമെങ്കിലും പൊട്ടിച്ചിട്ട് പോകുമെന്ന് പറയുന്നു. ഒടുവിൽ പോലീസ് പറയുന്നു, ശക്തമായി തന്നെ പറയുന്നു, കേസ് എടുക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇതോടുകൂടി മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അവരുടെ നിലപാട് മാറ്റി. ഇനി ഞങ്ങൾ തൃശ്ശൂർ പോയി ബോബി ചെമ്മണ്ണൂരിൻ്റെ മാലയിട്ട് പടക്കം പൊട്ടിക്കുമെന്നുള്ള നിലപാടായി. എന്തായാലും പോലീസ് കേസ് എടുക്കുമെന്ന് അറിഞ്ഞതോടുകൂടി ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് വിദഗ്ധമായി ഇവിടെ നിന്ന് പോലീസിനോട് പറഞ്ഞ് തൃശ്ശൂരേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഈ വെല്ലുവിളിയിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആ വെല്ലുവിളി നടത്തുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയായിരുന്നു ഗൗതം. ശരി സംഗീത, എന്തായാലും കൊച്ചിയിൽ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജയിലിൽ നിന്നും മോചിതനാകാൻ ആദ്യം കൂട്ടാക്കാതിരുന്ന ബോബി ചെമ്മണ്ണൂർ കോടതി ഈ വിഷയം പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ജയിൽ മോചിതനാകുന്നു. എന്നാൽ അതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുയായികൾ അദ്ദേഹത്തിന് വേണ്ടി പടക്കം പൊട്ടിക്കാനെത്തുന്നു. ആ പടക്കം പൊട്ടിക്കുന്ന നടപടികൾ പോലീസ് തടയുന്നു. ഇതിനിടയിൽ കോടതി രൂക്ഷമായ ഭാഷയിൽ, ഒരുപക്ഷെ അതിരൂക്ഷമായ വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിക്കുന്നു. നിയമവ്യവസ്ഥയുണ്ട് ഈ നാട്ടിൽ എന്നതുൾപ്പെടെയുള്ള താക്കീത്, ഒപ്പം തന്നെ ജാമ്യം റദ്ദാക്കാനും അറസ്റ്റ് ചെയ്യാനും നിമിഷ നേരം മാത്രം മതി കോടതിക്ക് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുകയും കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്.